الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله وما خلق السماوات والأرض منها 4 حرم ذلك الدين القيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചും നിരോധിച്ചവ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും കഴിയുന്നത്ര തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. അധികമൊന്നും മുസ്ലിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വർഷമാണ് ഹിജ്റ വർഷം. അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ എത്ര ആളുകൾ അങ്ങനെയൊരു കൊല്ലം മാറിയ കഥ അറിയും എന്നറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഹജ്ജ് കഴിഞ്ഞേ ഉള്ളൂ. അതിന്റെ കുറച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് റമദാൻ അവസാനിപ്പിച്ചു. ഇങ്ങനെ പ്രത്യേകമായ ആരാധനകളുമായി ബന്ധപ്പെട്ടുള്ള മാസങ്ങൾ നമുക്കറിയാം. എന്നാൽ ഹിജ്റ വർഷം ഒരു തഖ്വീം, ഒരു കലണ്ടറായി ഉപയോഗിക്കുന്ന സിസ്റ്റം അൽഹംദുലില്ലാ സൗദി അറേബ്യയിലുണ്ട്. അവരുടെ ഔദ്യോഗികമായ കലണ്ടർ ഹിജ്റ വർഷമാണ്. ഹിജ്റ വർഷത്തിനനുസരിച്ചാണ്. ഏതായാലും ഒരു വർഷം മാറിയിട്ടുണ്ട്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. 1448 ഹിജ്റ വർഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ ആദ്യത്തെ മാസമായ മുഹറം, ആ മുഹറത്തിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. അത് ആകാശഭൂമികൾ സൃഷ്ടിച്ച ആ കാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമില്ല. അങ്ങനെ ആ 12 മാസങ്ങൾ ചേർന്നുള്ള ദിവസങ്ങൾ കണക്കുകൂട്ടുമ്പോഴാണ് ഒരു വർഷം മാറുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻഹ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ്, അഥവാ യുദ്ധം വിരോധിക്കപ്പെട്ട മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥത്തിൽ ചൊവ്വായ മതം. അങ്ങനെ ആ മുഹറ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ ഒരു വലിയ സംഭവത്തെ ലാക്കാക്കിയാണ് ആ ഹിജ്റ വർഷം കണക്ക് പരിഗണിക്കൽ ആരംഭിച്ചത് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം. അസ്സന അൽ ഹിജ്രിയ, ഹിജ്റ വർഷം എന്ന് പറയാറുണ്ട്. എന്താണ് ആ ഹിജ്റ? എന്താണ് ആ ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം? അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ, ഒരു പുതിയ ഹിജ്റ വർഷത്തിന്റെ ആരംഭത്തിൽ ആ മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവം
തുല്യതകളും സമാനതകളും ഇല്ലാത്ത ഒരു സംഭവം, അത് ഒന്ന് ഓർത്തുവെക്കുന്നത്, അതിൽ നമുക്കുള്ള ഗുണപാഠങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഹിജ്റ. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താണ് ജീവിച്ചത്. ഈ 13 വർഷവും നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. പക്ഷേ മുസ്ലിം സമൂഹം അന്ന് വളരെ ദുർബലമായിരുന്നു. എണ്ണത്തിൽ കുറവ്, മറ്റ് എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളിലും കുറവ്, ശത്രുക്കളാണെങ്കിൽ വളരെ ശക്തന്മാർ. ഒരു നിലക്കും ഇസ്ലാമിന്റെ വ്യാപനം അവർ സമ്മതിക്കുകയില്ല എന്ന അവരുടെ ദുർവാശി. ഇതിനെല്ലാം ക്ഷമയോടുകൂടിയും സഹനത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നേരിട്ടുകൊണ്ടാണ് മുസ്ലിങ്ങൾ മക്കയിൽ കഴിച്ചുകൂട്ടിയത്. പിന്നീടാണ് ഒരു സ്വതന്ത്രമായ, കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ പ്രബോധന സൗകര്യങ്ങളും ഉള്ള ഒരിടത്തേക്ക് ഹിജ്റ പോകുവാനുള്ള അനുമതി സത്യവിശ്വാസികളായ ആളുകൾക്ക് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രബോധനം നടത്തുന്ന ഒരു നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പടച്ചവന്റെ അനുമതി വേണം. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ അനുമതിക്കായി അദ്ദേഹം കാത്തിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഹിജ്റ പോകണം എന്ന് അതീവ താൽപര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടതിനാൽ ആ അനുവാദം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ നബിക്ക് അനുവാദം കിട്ടി. ആ സന്തോഷ വാർത്ത അബൂബക്കറിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കൂടി ആ ഹിജ്റക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. അപ്പോഴേക്ക് വലിയ ഒരെണ്ണം വിശ്വാസികൾ മദീനയിൽ എത്തിപ്പെട്ടിരുന്നു. അപ്പൊ ഏതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പ് അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കണം എന്നതൊരു പ്രാഥമിക നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു വാഹനം അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. യാത്രയിൽ കൂടെ പോകേണ്ട ഒരു നല്ല കൂട്ടുകാരൻ, അത് അബൂബക്കർ അതിനെ തെരഞ്ഞെടുത്തു. മദീനയിലേക്ക് വഴി തെറ്റാതെയും ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടും മദീനയിൽ എത്തിച്ചേരാൻ ആവശ്യമായ ദലീൽ, വഴികാട്ടികളെ അദ്ദേഹം തെരഞ്ഞെടുത്തു. ഇവരെ വേട്ടയാടാൻ വേണ്ടി വരുന്ന മക്കായിലെ മുശ്രിക്കുകളെ വഴിതെറ്റിക്കാനും അവരുടെ വേട്ടയിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആവശ്യമായ വഴികളൊക്കെ മുൻകൂട്ടി സജ്ജമാക്കി. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു വളരെ ഒരുക്കത്തോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, വളരെ ത്യാഗസന്നദ്ധതയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം സൗർ ഗുഹയിൽ അഭയം തേടിയ കഥ വിശുദ്ധ ഖുർആനിലുണ്ട്. വഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹു അല്ലാഹു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ ആ പ്രവാചകനെ പിന്തുണക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെയൊന്നും താല്പര്യപ്രകാരമല്ല, പടച്ചവന്റെ തീരുമാനപ്രകാരമാണ്. രണ്ടിൽ രണ്ടാമനായി അദ്ദേഹം ആ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭം. ആ സന്ദർഭത്തിൽ തന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പൊ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കളുടെ കുടമ്പളികൾ, അവരുടെ മൃഗങ്ങളുടെ കുളമ്പടികൾ അവർ കേൾക്കുന്നുണ്ട്. ഒന്ന്, അവർ താഴോട്ട് നോക്കിയാൽ അവർ നമ്മളെ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ബേജാറ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. യാ അബൂബക്കർ, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദക്കും നദറ തഹ്ത ഖദമൈഹി. അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ശത്രുക്കൾ ആരെങ്കിലും ഒരാൾ അവരുടെ കാൽപാദത്തിന്റെ താഴോട്ട് നോക്കിയാൽ ല അബ്സറനാ, അവൻ നമ്മെ കാണും.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി വളരെ ചങ്കൂറ്റത്തോടുകൂടി, നല്ല സമാധാനത്തോടുകൂടി പറഞ്ഞ മറുപടി എന്താണ്? മാ ലന്നുക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താണ് വിചാരിച്ചത്? ബി സ്നൈനി, രണ്ടുപേരെ കുറിച്ച്, അല്ലാഹു സാലിസുഹുമ, മൂന്നാമനായി അള്ളാഹു ഉണ്ട്, അവർക്ക് പിന്നെ എന്താണ് ഭയപ്പെടാനുള്ളത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും നീ ദുഃഖിക്കരുത്, വിഷമിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം, ആത്മധൈര്യത്തോടുകൂടി അവിടെ ഉറച്ചു നിൽക്കാനും അങ്ങനെ ആ ബേജാറ് പ്രകടിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ഉറപ്പോടുകൂടി സമാധാനിപ്പിക്കാനും പ്രവാചകന് സാധിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂൻ വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. സൂറത്തുൽ അൻഫാലിന്റെ 30-ാമത്തെ വചനം. ഇത് യംകുറു ബിക്കല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ ഘട്ടം. എന്താണ് അവർ കൂടിയാലോചിക്കുന്നത്? ലിയുസ്ബിതൂക, ഈ നാട്ടിൽ നിർത്തണോ, ഔ യഖ്തുലൂക, വധിച്ചു കളയണമോ, കൊല്ലണോ, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കണോ. ഇങ്ങനെ പല ആലോചനകളും ആ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാർ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പടച്ചോൻ ആ രഹസ്യം അറിയുന്നവനായതുകൊണ്ട് അതൊക്കെ പ്രവാചകന്റെ വഹയായി അറിയിക്കുകയാണ്. വയംകുറൂന, അവർ പല തന്ത്രങ്ങളും കാണിക്കുന്നു. വയംകുറുല്ലാ, അള്ളാഹും തന്ത്രം കാണിക്കുന്നു. അല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമനായ തന്ത്രശാലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ മനുഷ്യർ അവരുടെ പരമാവധി തന്ത്രങ്ങൾ പ്രയോഗിച്ചു നോക്കുന്നു. പക്ഷേ അള്ളാഹു അവരുടെയും മീതെ തന്ത്രം പ്രയോഗിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ രക്ഷാമാർഗത്തെക്കുറിച്ച് സമാധാനത്തോടുകൂടി സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയാണ്. എന്താണ്? വഖുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. തീർച്ചയായും ആ അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ നിലക്ക് ആത്മധൈര്യം കൊടുത്തുകൊണ്ട് സത്യത്തിന്റെ വിജയം ഉറപ്പായി. അതുപോലെ തന്നെ ഒരു നാട്ടിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദ്യമായ സ്വീകരണം ലഭിക്കുന്നു. നേരത്തെ തന്നെ അവിടെ എത്തിപ്പെട്ട മുഹാജിരികളായ വിശ്വാസികൾക്ക് അൻസാരികളായ സഹോദരന്മാർ കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം നമുക്ക് ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ആ നിലക്ക് ഇസ്ലാമിന് ഒരു ശക്തി നൽകുകയും അതിനൊരു ദൗല, ഒരു രാജ്യമായി മാറുകയും ഒരു സമൂഹമായി കെട്ടുറപ്പോടുകൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു ചരിത്രത്തിന്റെ നാന്ദിയാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മാനവിയായ, ആശയപരമായ മറ്റൊരു ഹിജ്റയുണ്ട്. ആ ഹിജ്റ എന്ന് പറയുന്നത് എല്ലാവിധത്തിലുള്ള പാപങ്ങളും കൊള്ളരുതായ്മകളും തെറ്റായ ജീവിതവും തെറ്റായ വിചാരവും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. പകരം അവിടെ പടച്ചവനെ കുറിച്ച പേടിയും അതുപോലെ തന്നെ തഖ്വയും ഖുശൂഉം അതിന് പകരം ആ ഹൃദയത്തിൽ സ്ഥാപിക്കുക. അത് വളരെ പ്രധാനമാണ്. കാരണം ഫിസിക്കലായിട്ടുള്ള ഒരു ഹിജ്റയ്ക്ക് ഇനി ചാൻസ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, മക്ക വിജയത്തിന് ശേഷം ഇനി ഹിജ്റ പോകാനുള്ള അവസരമില്ല. കാരണം വലാകിൻ ജിഹാദും വനിയ്യ, എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ സമരത്തിനുള്ള അവസരങ്ങളുണ്ട്. വനിയ്യത്തുൻ, ആ മനസ്സിൽ അതിനുവേണ്ടിയുള്ള വിചാരവുമുണ്ട്. അതൊക്കെ ഹിജ്റയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. എന്നാൽ ഫിസിക്കലായിട്ടുള്ള ഹിജ്റയ്ക്ക് മക്കം ഫത്ഹിന് ശേഷം അവസരമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ മുഹാജിർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണ് ഒരു മുസ്ലിം? ഒരാളെ ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ മറ്റ് വിശ്വാസികളൊക്കെ അവന്റെ നാക്കിൽ നിന്നും അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കണം. നാക്കുകൊണ്ട് അവനെ ഉപദ്രവിക്കുക, കൈകൊണ്ട് അവനെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അക്രമം നടത്തുന്നവന് മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. മറ്റ് മുസ്ലിങ്ങളൊക്കെ ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ നാക്കിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കണം. അൽ മുഹാജിർ, ആരാണ് ഹിജ്റ പോയകൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പലിശ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹാജിറായ മുസ്ലിം ആ പലിശ വേണ്ടെന്ന് വെക്കുന്നു. മദ്യം കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു. അപ്പോ മുഹാജിർ, ഹിജ്റ പോയവൻ എന്താണ്? ഇല്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ മദ്യം ഉപയോഗിക്കില്ല,
ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ വ്യഭിചാരത്തോട് അടുക്കുകയില്ല, അത് വളരെ മോശപ്പെട്ട ജീവിതമാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെടിയുന്നു. ഇങ്ങനെ പടച്ചവൻ വിരോധിച്ച വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളായി പ്രഖ്യാപിച്ചതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവനും മാനവിയായ ആശയപരമായ മുഹാജിർ എന്ന് പറയുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത വിചാരങ്ങൾ, അതുപോലെ ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യണം, അള്ളാഹുവിന്റെ റിളക്ക് പ്രാമുഖ്യം കൊടുക്കണം എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഹിജ്റയുടെ പാഠം, ഹിജ്റ ചെന്ന സഹോദരന്മാരായ മുഹാജിരിങ്ങളും അവരെ സ്വീകരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അൻസാരികളും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത സാഹോദര്യ ബന്ധമാണ്. ആ ഹിജ്റ സംഭവിക്കുന്നതിന് മുമ്പ് മദീനയിലുണ്ടായിരുന്ന ആളുകൾ പല തട്ടുകളിലായിരുന്നു, ഗോത്രങ്ങളായി നിരന്തരമായ വർഷങ്ങൾ നീണ്ടിരുന്ന കലഹത്തിലും ആഭ്യന്തര യുദ്ധങ്ങളിലുമായിരുന്നു. ഗോത്രങ്ങൾ തമ്മിൽ വാളെടുത്ത് യുദ്ധം ചെയ്യലും രക്തച്ചൊരിച്ചിലും നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി 40 വർഷത്തോളം നീണ്ടുന്ന അൽ ബുആസ് യുദ്ധം വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. പക്ഷേ പിന്നീട് പ്രവാചകന്റെ പ്രബോധകന്മാരായ 2 പേർ, ഒന്ന് മിസ്അബ് ഇബ്നു ഉമൈറും മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം, ഈ 2 പേരും മദീനയിലെത്തി വീട് വീടാന്തരം അവർ ഡോർ ടു ഡോർ നടത്തി. എല്ലാ വീടുകളിലും കയറി ചെന്നു. പ്രമുഖന്മാരെ ഒറ്റക്കും കൂട്ടായും സംസാരിച്ചു. അവരൊക്കെ ഇസ്ലാമിനോട് താല്പര്യമുള്ളവരാക്കി അവരെ മാറ്റി. പല ആളുകളിലും അവർക്ക് വിശ്വാസമുണ്ടായി. അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് മദീനയിൽ ധാരാളക്കണക്കിന് ഔസ് ഖസ്റജ് ഗോത്രക്കാരായ ആളുകൾ ഇസ്ലാം മതം പുൽകിയത്, ആശ്ലേഷിച്ചത്. ആ ഇടത്തേക്കാണ് മുഹാജിരികളായ ആളുകൾ മദീനയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാടാണ്, മണ്ണിന്റെ മക്കൾ വാദം, അത് വലിയൊരു ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണല്ലോ. എല്ലാ നാട്ടിലും മണ്ണിന്റെ മക്കൾ വാദം. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ വലിയ ദേശീയവാദം നടത്തുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, അള്ളാന്റെ മണ്ണാണ്, അള്ളാഹുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഇതെല്ലാം സംവിധാനിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് അങ്ങനെ ഇത് എന്റെ ഭൂമിയാണ്, എന്റേതാണ് എന്ന് പറഞ്ഞ വാശിയും അതിന്റെ നിഷ്കരുണം, അതിന്റെ പേരിൽ പാവങ്ങളായ ആളുകളെ മർദ്ദിച്ചൊതുക്കലും, റോഹിംഗ്യൻ വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ കഥകളൊക്കെ നമുക്കറിയാം. എത്രമാത്രം ക്രൂരമായ മർദ്ദനങ്ങൾക്കും അതുപോലെ തന്നെ അക്രമങ്ങൾക്കുമാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകുമാറാകട്ടെ, രക്ഷ നൽകുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ എന്നാൽ മുഹാജിരീങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ അൻസാരികൾ ചെയ്താണ് യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരെ സ്തുതിച്ചുകൊണ്ട്, അവരുടെ സൽപ്രവർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ ആയത്തിറക്കി. എന്താണ്? യൂസിറൂന വല്ലദീന തബവഉ ദാറ വൽ ഈമാന മിൻ ഖബൽ വല്ലദീന തബവഉ ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ യൂതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പം നേരത്തെ മുഹാജിരിങ്ങൾക്ക് വരാൻ വേണ്ടി വീടും സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു. അവരുടെ അടുക്കലേക്ക് പാലായനം ചെയ്തു വന്ന വിശ്വാസികളെ അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, വെറുക്കുന്നില്ല, സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു. അവർക്ക് അള്ളാഹു നൽകപ്പെട്ട സൗകര്യങ്ങളിൽ അവർക്കൊരാവശ്യവുമില്ലാത്ത പോലെ അവർ പെരുമാറുന്നു. അവർക്ക് വളരെ അത്യാവശ്യമുണ്ടായിട്ട് കൂടി ആ സൗകര്യങ്ങൾ തന്റെ സഹോദരന് വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെയുള്ള പിശുക്കത്തരത്തിൽ നിന്ന് ആരെങ്കിലും പിശുക്കിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചാൽ അവരാണ് വിജയിച്ച ആളുകൾ. ഇവർക്ക് തീരെ പിശുക്കില്ല, തന്റേത് മാത്രമാണെന്ന സ്വാർത്ഥതയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു പാഠം വിശ്വാസികളായ ആളുകൾക്ക് പരസ്പരം സാഹോദര്യം കാണിക്കാനും, വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാനും, ബുദ്ധിമുട്ടുള്ളവരെ സ്വീകരിക്കാനും, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുമൊക്കെ ഏത് സന്ദർഭങ്ങളിലും ഏകാലത്തും അതിന്റെ ആവശ്യം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും. അപ്പോഴൊക്കെ അതിന് തയ്യാറാകണം എന്നൊരു സന്ദേശം കൂടി ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وكفى
وسلام على عباده الذين اصطفى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒരു വർഷം മാറി, കാലം മാറി, മാസം മാറുന്നു, ദിവസങ്ങൾ മാറുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മേൽ ബാധ്യത നാം നമ്മോട് തന്നെ ഒരു വിചാരണ നടത്തണം. നമ്മുടെ അജലുകൾ അവധി, അതിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയേണ്ട അവധിയിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ആകാശക്കൊട്ടകളിൽ നിന്നും നമ്മൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നടക്കാവുന്നതുണ്ട്, നടക്കാത്തതുണ്ട്, സംഭവിക്കാത്തതുണ്ട്, സംഭവിക്കുന്നതുണ്ട്. അതൊക്കെ പടച്ചോൻ തീരുമാനിച്ചത് നടക്കും, പടച്ചോൻ വേണ്ടാന്ന് വെച്ചത് ആർക്കും കൊണ്ടുവരാൻ സാധ്യവുമല്ല. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ തന്നത് തടയാൻ ആർക്കും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ഈ ലോകത്ത് ആരുമില്ല. ഇതാ നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന ദിക്ർ. സഹോദരന്മാർ, അതാണ് നമ്മുടെ തവക്കുൽ, അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം നമ്മുടെ മനസ്സിനുണ്ടാക്കാൻ ഈ വർഷങ്ങൾ മാറുമ്പോൾ, മാസം മാറുമ്പോൾ, കാലം മാറുമ്പോൾ അത് നമ്മുടെ അന്തരാളത്തിലേക്ക് ആ വിചാരം വരണം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉന്മേഷത്തോടെ, ഒരു പുതിയ താല്പര്യത്തോടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, ഈ മഹാസംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഹിജ്റ വർഷം എന്ന ഒരു സ്വഭാവം ആരംഭിച്ചത്. അല്ലേ? അതിനു മുമ്പൊക്കെ ആമുൽ ഫീൽ എന്നാണ് പറഞ്ഞിരുന്നത്, ആനക്കലഹ വർഷം എന്ന് പറഞ്ഞിട്ട് അവർ എണ്ണിക്കണക്കാക്കിയിരുന്ന കാലം അതായിരുന്നു. എന്നാൽ ഒരു കാലപരിഗണന വേണം, ഒരു കലണ്ടർ വേണം. അതിനെക്കുറിച്ച് മുഷാവറ നടത്തിയപ്പോൾ ആ മുഷാവറയിൽ ഉരുത്തിരിഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു സംഭവം ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെ അത്തഖ്വീമുൽ ഹിജ്രി, ഹിജ്റ വർഷം എന്നവർ എണ്ണിത്തുടങ്ങി. അങ്ങനെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, അങ്ങനെ റജബ്, ശഅബാൻ തുടങ്ങി 12 മാസങ്ങൾ, ആ അറബി മാസങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിക സംസ്കാരങ്ങളും അതിന്റെ സംസ്കൃതികളും അതിനുള്ള താല്പര്യം നമ്മുടെ ഇസ്സത്തിന്റെ പ്രധാനപ്പെട്ട നിദാനമാണ്. അങ്ങനെ ഒരു ബോധം നമുക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുകയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്? ഇന്നാ ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. നമ്മൾ ആരാണെന്നറിയാമോ? ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു നമ്മളെ അത്യുന്നതിയിൽ എത്തിച്ചിരിക്കുന്നു, പ്രതാപത്തിൽ എത്തിച്ചിരിക്കുന്നു. മഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപം നൽകി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് മറ്റെന്തെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഇസ്സത്ത് അന്വേഷിച്ച് നമ്മൾ പോയാൽ അദല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ നിന്ദിക്കും, അള്ളാഹു ഏറ്റവും മോശപ്പെട്ടവരാക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അധപ്പതിച്ച ഒരു സമുദായമാക്കി നമ്മളെ മാറ്റും എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ആശൂറ ദിവസം മുഹറം 10 ഒരു വലിയ ചരിത്ര സംഭവത്തിന്റെ ദിവസവും കൂടിയാണ്. എന്താണ്? യൗമുൻ നജ്ജല്ലാഹു മൂസ മിൻ ഫിർഔൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകൻ, കലീമുള്ള, അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകൻ, അള്ളാഹുവിന്റെ ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരനായ പ്രവാചകൻ. ആ നിലയ്ക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കിരാതനായ, സ്വച്ഛാധിപതിയായ, ഞാനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ റബ്ബും എന്ന് അഹങ്കരിച്ച ആ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിറഔനിനെ വളരെ നിന്ദ്യനായ നിലയ്ക്ക് ആ സമുദ്രത്തിൽ മുങ്ങി നശിക്കാൻ അതിനുള്ള കാരണം ഉണ്ടാക്കുകയും ചെയ്ത പടച്ചതവൻ, ആ പടച്ചതമ്പുരാൻ. അങ്ങനെയുള്ള ദിവസത്തിന്റെ അനുസ്മരണ ദിവസം കൂടിയാണ് യഥാർത്ഥത്തിൽ ആശൂറ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും വലിയ കിങ്കരനും പോക്കിരിയും സ്വച്ഛാധിപതിയുമായ ഒരു മനുഷ്യൻ, അവന് നിലനിൽക്കാൻ സാധിച്ചില്ല. പടച്ചവന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ആ വലിയ പ്രളയത്തിന്റെ മുമ്പിൽ, ആ സമുദ്രത്തിന്റെ മധ്യത്തിൽ അവൻ മുങ്ങിമരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുഹറം മാസത്തിൽ പവിത്രമായ 2 ദിവസങ്ങളുണ്ട്. അതായത് മുഹറം 9ഉം 10ഉം. അതിൽ നോമ്പനുഷ്ഠിക്കൽ വളരെയധികം പുണ്യകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലത്തി ഖബലഹു. മുഹറം മാസത്തിന്റെ നോമ്പ് നോൽക്കുന്നതോടുകൂടി അതുവരെയും ആയ ഒരു വർഷം, കഴിഞ്ഞ മുഹറം മുതൽ
ഈ മുഹറം വരെയുള്ള ഒരു വർഷത്തെ പാപം ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അബൂ ഖതാദ ഉദ്ധരിച്ച ഹദീസിൽ പ്രമുഖ മുഹദ്ദിസായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. എന്നാൽ പിന്നീട് ജൂതന്മാരുടെ സമ്പ്രദായങ്ങളുമായി എതിരാവുകയും അവരുടെ മതരീതികളിൽ നിന്നൊക്കെ മാറി ഇസ്ലാമിക രീതി സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ രാഷ്ട്രീയ തീരുമാനം ഇസ്ലാമിലുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വിശ്വാസികളായ ആളുകൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മളിപ്പോ ഈ റമദാൻ മാസത്തിന്റെ 10 നോമ്പനുഷ്ഠിക്കുന്നത് എന്നല്ലേ ജൂതന്മാരും ചെയ്യുന്നത്. അപ്പൊ ജൂതന്മാരുടെ അമലുകളിൽ നിന്ന്, മതചടങ്ങുകളിൽ നിന്ന്, അവരുടെ ആചാരങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ നിർദ്ദേശമുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പിന്നെ നോമ്പനുഷ്ഠിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ ഇഷ്തു ഇലാ ഖാബിൽ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി ഞാൻ അനുഷ്ഠിക്കും. അപ്പൊ അത് മുഖാലഫത്തായി. അവർ 10 നോൽക്കുന്നുള്ളൂ, നമ്മൾ 9ഉം 10ഉം നോൽക്കുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത ഒരു വർഷത്തേക്ക് എന്റെ ആയുസ് നീട്ടി ഇട്ടു തരികയാണെങ്കിൽ ലാ അസൂമന്ന താസിയ. പക്ഷെ ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജീവിച്ചിരുന്നില്ല. പക്ഷേ നബിയുടെ ഈ വാക്ക് കാരണം വിശ്വാസികളായ ആളുകൾ 9ഉം കൂടി നോൽക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് 9ഉം 10ഉം. അപ്പൊ സഹോദരന്മാരെ, ആ 9ഉം 10ഉം ആലോചിക്കുക, അത് മറന്നുപോകാതെ നോമ്പനുഷ്ഠിക്കുക. ഈ ദിവസം പുണ്യകരമായ ഒരു മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിലേക്ക് ചേർത്താണ് ഈ മാസം പറയപ്പെട്ടത്. ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം, അത്ര പവിത്രമായ ഒരു മാസമാണ്. അതുകൊണ്ട് എന്നാൽ അതിൽ അനാവശ്യമായ കുറെ വിദ്അത്തുകളും ഒരിക്കലും അള്ളാഹുവോ റസൂലോ ഇസ്ലാം കൽപ്പിക്കാത്ത കുറെ ആചാരങ്ങൾ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളാണ്. അതിൽ കല്യാണം നടത്താൻ പാടില്ല, വിവാഹം ആലോചിക്കാൻ പാടില്ല, കല്യാണ നിശ്ചയം നടത്താൻ പാടില്ല, വീടുണ്ടാക്കാൻ പാടില്ല, തറകെട്ടാൻ പാടില്ല, കട്ടില വെക്കാൻ പാടില്ല, വീട് താമസം പാടില്ല. ആരാണ് സഹോദരന്മാരെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇസ്ലാമിൽ ഇതിന് യാതൊരുവിധ തെളിവുമില്ല. അങ്ങനെയുള്ള ഒരു നഹസ് ഇങ്ങനെ മുഹറം മാസത്തിന്റെ ദിവസങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുമില്ല. അത് വളരെയധികം മോശപ്പെട്ട നിലയ്ക്ക് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. അവർക്ക് പല രൂപത്തിലുള്ള അനാചാരങ്ങളും വിദ്അത്തുകളും ശരീരം മുറിപ്പെടുത്തിക്കൊണ്ടുള്ള അക്രമങ്ങളും അവരോട് തന്നെ അനീതിയും അക്രമവും പ്രവർത്തിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അവന്റെ സഹോദരന്മാരെ, നമ്മൾ അതിൽപ്പെട്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിദ്അത്തുകളിൽ നിന്നും എല്ലാ അനാചാരങ്ങളിൽ നിന്നും ശരിയായ സുന്നത്തനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മുഹറം മാസത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവർക്കും ആരോഗ്യത്തോടെ 9ഉം 10ഉം മുഹറം മാസത്തിന്റെ 9ഉം 10ഉം ദിവസങ്ങൾ 2 നോമ്പ് അനുഷ്ഠിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ولينا ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.